സാരി ഇല്ലാത്ത കുഞ്ഞല്ലേ? കുഞ്ഞോള് പറഞ്ഞ പോലെ ഞാൻ സാരി ഇല്ലാത്തൊരു കുഞ്ഞാണ് കേട്ടോ. അതുകൊണ്ട് ഒരു സാരി എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫാമിലിയിൽ വന്നപ്പോൾ ഞാൻ സാരി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ക്യാഷ് കയ്യിലില്ലാത്തതുകൊണ്ട് ഇന്നത് വാങ്ങാമെന്ന് വിചാരിച്ചു വന്നതാണ്. ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെ കിട്ടി. പിന്നെ സാരി വാങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയൊരു എന്താ പറയുക, ഒരു കടമ്പയാണ്. സാരി വാങ്ങണം, ബ്ലൗസ് മെറ്റീരിയൽ എടുക്കണം, ലൈനിങ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നതാണ്. അപ്പം സ്റ്റാഫായിട്ടുള്ള ഒരാൾ വന്നിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ സ്റ്റാഫിനെയൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഫാമിലിയിലെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ പക്കാണ് കേട്ടോ. നമ്മൾ ഒരു ഡ്രസ്സ് എടുത്ത് അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നത് വരെ ഒരു സ്റ്റാഫെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം നല്ല തിരക്കുണ്ട് ഫാമിലിയിൽ. അപ്പോൾ അത് കഴിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഒരു ചായ കുടിക്കാം. ഇതാണ് ഫാമിലിയിലെ കസ്റ്റമർ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ചായക്കട കേട്ടോ. നല്ല തിരക്കാണ്, ഫാമിലിയേക്കാളും കൂടുതൽ തിരക്കാണ് ഈ ചായക്കടയുടെ മുന്നിൽ. ചായക്കട നടത്തുന്ന സ്റ്റാഫിനും. അപ്പോൾ എനിക്കൊരു ചായയൊക്കെ എന്താ കിട്ടി, ഉണ്ണിയപ്പവും ഒക്കെ കുഞ്ഞോർക്കും കൊടുത്തു വരണം. നല്ല ചൂട് ഉണ്ണിയപ്പമായിരുന്നു. ഇതാണ് സ്റ്റാഫ്. ചായക്കടയിലെ സ്റ്റാഫിന് ഭയങ്കര തിരക്ക് കൂടുതലാണെന്ന് തോന്നുന്നു. എന്തായാലും ഫ്രീ ആയി കിട്ടുന്നതല്ലേ, അപ്പോൾ ഞങ്ങളും അത് വാങ്ങി. അതിന് വേണ്ടി പ്രത്യേക ഒരു സുഖമാണല്ലോ. ഇതാണ് നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച ചേച്ചി. അപ്പോൾ ആ ചേച്ചി പറയാണ്, വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് എന്നെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അടുത്ത വീഡിയോ വരുന്നുണ്ട്, ഒന്ന് അങ്ങോട്ട് നോക്കിക്കോളുന്നു. ജാസിമൻ എല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഒരു ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കോഫിയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ താഴെ വന്നിട്ട് ഞാൻ പിന്നെ എന്തായാലും ഒരു സെറ്റ് മുണ്ട് നോക്കാമെന്ന് വിചാരിച്ചു. പ്രായം ഇവരല്ലേ, അപ്പോൾ സെറ്റ് മുണ്ടിലേക്കൊക്കെ മാറാമെന്ന് വിചാരിച്ചു. വൈകിട്ട് അടുത്ത് ഒരുപാട് കളക്ഷൻ ഉണ്ട് സെറ്റ് സാരികളും സെറ്റ് മുണ്ടായിട്ട്. അപ്പം ഞാൻ ഇവിടെ നല്ല ലെങ്ത്തുള്ള സെറ്റ് മുണ്ടുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാണ്. ഒരു രക്ഷയുമില്ല. എൻ്റെ ഹൈറ്റ് നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ, അതുകൊണ്ട് സെറ്റ് മുണ്ടിന് നീളം എത്തുന്നില്ല. അങ്ങനെ ഞാൻ അതങ്ങോട്ട് ഒഴിവാക്കി സെറ്റ് സാരി തന്നെ എടുക്കാമെന്ന് വെച്ച് കൺഫേം ആക്കി അങ്ങനെ സെറ്റ് സാരി എടുത്തു. ഫാമിലിയിൽ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പലപ്പോഴും വരുമ്പോഴും നല്ല കളക്ഷൻസും അതുപോലെ ആളുകളും നല്ല തിരക്കുണ്ട്. കാരണം നമ്മൾ നല്ല ഐറ്റംസും അതുപോലെ ചീപ്പ് ആൻഡ് ബെസ്റ്റിന് കിട്ടുന്ന ഒരു ഇതാവുന്ന സമയത്ത്, ഒരു ഷോപ്പാവുന്ന സമയത്ത് ഫാമിലി നല്ല ബെറ്ററാണ് നമുക്കെല്ലാവർക്കും. അപ്പോൾ എല്ലാവരും വന്ന് വാങ്ങാം, നിങ്ങൾ ശ്രമിക്കുക. ഇവിടെ എത്തുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. കാശാണ് പോകുന്നത്, വിഷലിലൂടെ ആണെങ്കിലും കാശാണ് പോകുന്നത്. എന്നാലും അത് കഴിഞ്ഞ് ആ ടെൻഷനിൽ ഞാനും ജാസിമോനും സോഫയിലൊന്ന് വന്നിരുന്നു. അപ്പോൾ ആ ചേച്ചി വന്നിട്ട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാനും ചോദിച്ചു തിരിച്ച് അങ്ങോട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന്. അപ്പോൾ അവർ ഷിഫ്റ്റാണ്, കുറച്ച് പേര് കഴിച്ചതിന് ശേഷമാണ് പിന്നെ അടുത്ത ആളുകൾ കഴിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ആസ് യൂഷ്വൽ നമ്മുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന തൊട്ടടുത്തുള്ള കടയിൽ ബ്ലൗസിൻ്റെ മെറ്റീരിയലും ഒക്കെ കൊടുത്ത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് പെട്ടെന്ന് തരാൻ വേണ്ടി പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബൈ പറഞ്ഞ് വീട്ടിലേക്ക്. താങ്ക് യു.